നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കഴിഞ്ഞ ദിവസം നമ്മൾ ടൊയോട്ടയുടെ റൂമിയോണിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസ്, വേരിയൻസ് ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഏത് വേരിയൻ്റ് എടുക്കണം, 3 വേരിയൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. എസ് വരുന്നുണ്ട്, ജി വരുന്നുണ്ട്, വി വരുന്നുണ്ട്. ഈ 3 മോഡലിൽ ഏതാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതുമാത്രമല്ല അതിൻ്റെ ഓൺ റോഡ് പ്രൈസും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏതായാലും ഫസ്റ്റ് വേരിയൻ്റ് ആയിട്ടുള്ള എസ്സിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് വരുന്നുണ്ട്. അതായത് CNG വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. CNG വേരിയൻ്റ് എന്ന് പറയുമ്പോൾ 26.1 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന വാഹനമാണ് 1.5 ലിറ്റർ എഞ്ചിനിൽ. അത് കഴിഞ്ഞാൽ എസ്സിൽ തന്നെ വരുന്ന AT മോഡലും ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എസ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. MID വിത്ത് TFT ആണ് വരുന്നത്. അതായത് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ, നമുക്ക് TFT സ്ക്രീൻ തന്നെയാണ് കിട്ടുന്നത്. കളർ TFT തന്നെയാണ് വരുന്നത്. പിന്നെ ടാക്കോമീറ്റർ അവൈലബിൾ ആണ്. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനിൽ ഡിജിറ്റൽ ക്ലോക്ക്, മാനുവൽ AC, സെക്കൻഡ് റോ മാനുവൽ AC വിത്ത് 3 സ്റ്റേജ് സ്പീഡ് കൺട്രോൾ. അതായത് ബാക്കിലത്തെ AC വെൻസ് നമുക്ക് സ്പീഡ് കൺട്രോൾ വരുന്നത് നമുക്ക് കിട്ടുന്നുണ്ട്. എയർ കൂൾഡ് ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് ഇൻ കൺസോൾ. അതായത് സെൻട്രൽ കൺസോളിൽ, താഴത്തെ കൺസോളിൽ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കിട്ടുന്നുണ്ട്. അതും കൂൾഡ് ടൈപ്പാണ് നമുക്ക് കിട്ടുന്നത്. റിമോട്ട് കീലെസ് എൻട്രി കിട്ടുന്നുണ്ട്. നോർമൽ താക്കോലെ തന്നെ റിമോട്ട് വരുന്ന മോഡലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫ്രണ്ട് 12 വോൾട്ടിൻ്റെ സോക്കറ്റ്സ് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്, ഫ്രണ്ടും സെക്കൻഡ് റോയിലും നമുക്ക് അവൈലബിൾ ആണ്. പവർ വിൻഡോസ് ഫ്രണ്ട് ആൻഡ് റിയർ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഡ്രൈവർ സൈഡ് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. അത് മാത്രമല്ല ഓട്ടോ അപ്പ് ഫീച്ചറും വരുന്നുണ്ട്. അത് ആൻറ്റി പിഞ്ചിങ് ഫീച്ചർ വരുന്ന മോഡലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡേ നൈറ്റ് അഡ്ജസ്റ്റബിൾ IRVM ആണ് നമുക്ക് കിട്ടുന്നത്. ഇൻസൈഡ് റിയർ വ്യൂ മിററാണ് നമുക്ക് കിട്ടുന്നത്. പവർ ആൻഡ് ടിൽറ്റ് സ്റ്റിയറിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ടൈപ്പ് റിയർ വ്യൂ മിറേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. AT മോഡൽസിന് മാത്രമാണ്. ഓഡിയോ സ്ക്രീൻ വിത്ത് ടച്ച് ബട്ടൺസ്. അതായത് നമുക്ക് നോർമൽ ടച്ച് സ്ക്രീൻ അല്ല കിട്ടുന്നത്, എന്നാൽ കപ്പാസിറ്റീവ് ടച്ച് വരുന്ന ടൈപ്പ് ഒരു നോർമൽ സ്റ്റീരിയോ മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്കിവിടെ ഉണ്ട്. ഓക്സിലറിയും USB കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് ഓഡിയോ കൺട്രോൾസും കോളിംഗ് ഫംഗ്ഷൻസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ് മാത്രം വരുന്നുള്ളൂ. സീറ്റിൽ എയർ ബാഗ് അവൈലബിൾ അല്ല. അതായത് 2 എയർ ബാഗ് മാത്രമേ ഈ മോഡലിന് വരുന്നുള്ളൂ. ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, എൻജിൻ ഇമ്മൊബിലൈസർ, ESP, ഹിൽ ഹോൾഡ് എന്നൊക്കെ പറയുന്ന ഫീച്ചേഴ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റിയർ പാർക്കിംഗ് സെൻസേഴ്സും കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു എസ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. എസ് വേരിയൻ്റെ പ്രൈസും കൂടെ നമുക്ക് നോക്കാം. ഓൺ റോഡ് പ്രൈസ് വരുന്ന സമയത്ത് 13,32,488 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഒരു CNG വേരിയൻ്റ് എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 14,46,384 രൂപ നമുക്ക് വരുന്നുണ്ട്. അതായത് ഏകദേശം 1.10 അടുപ്പിച്ച് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഒരു CNG വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ വേറെ ഫീച്ചേഴ്സിലോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസമില്ല. മൈലേജിന് നല്ല രീതിക്ക് വ്യത്യാസം വരുന്നുണ്ട്. 26 പ്ലസ് കിട്ടുന്നുണ്ട്. കാരണം എനിക്കറിയാവുന്ന സ്ഥിരം ഒരുപാട് വാഹനങ്ങളുണ്ട്, അവരെല്ലാം യൂസ് ചെയ്തിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞാനിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഒരു പോസിറ്റീവ് പറയുമ്പോൾ ഒരു നെഗറ്റീവ് പറയാൻ ഉണ്ട്. കാരണം CNG വരുന്നുള്ളതുകൊണ്ട് ഡിക്കി സ്പേസും നമുക്ക് കുറച്ച് കുറയുകയാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിക്കി സ്പേസ് മാത്രമല്ല, നമുക്ക് സീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്നൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്പേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ ഏറ്റവും അവസാനം ഞാനൊന്ന് ഇട്ടേക്കാം. ഇനി ഒരു AT മോഡലാണെങ്കിൽ, അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡലാണെങ്കിൽ 15,11,119 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത വേരിയൻറ്റിലോട്ട് പോകാം. അതായത് നമ്മുടെ G വേരിയൻ്റ് ആണ് വരുന്നത്. G വേരിയൻറ്റിൽ നമുക്ക് CNG ഓപ്ഷൻ അവൈലബിൾ അല്ല. എസ് വേരിയൻറ്റിൽ മാത്രം നമുക്ക് CNG കിട്ടുന്നുള്ളൂ. G വേരിയൻറ്റിൽ കിട്ടുന്ന എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2 ടോൺഡ് മെഷീൻ അലോയ് വീൽസ് ആണ് കിട്ടുന്നത്. അതായത് 2 ടോൺ വരുന്ന മെഷീൻ കട്ട് അലോയ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്രോം ബാക്ക് ഡോർ ഗാർണിഷ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്രോം ഡോർ ഹാൻഡിൽസ് കിട്ടുന്നുണ്ട്. റിയർ വൈപ്പർ ആൻഡ് വാഷർ കിട്ടുന്നുണ്ട്. റിയർ ഡീഫോഗേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. മഡ് ഗാർഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. മെറ്റാലിക് ടീക്വുഡ് ഫിനിഷ് ഡാഷ് ബോർഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. മെറ്റാലിക് ടീക്വുഡ് ഫിനിഷ് ഡോർ ട്രിംസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്രോണിൻ്റെ ട്രിം പോർഷൻസിലൊക്കെ നമുക്കിത് കിട്ടുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ആവശ്യമാണ് കേട്ടോ. കാരണം എന്നാന്ന് പറഞ്ഞാൽ പല ഹൈറ്റുള്ളവർക്ക് മാറി മാറി ഓടിക്കുന്ന സമയത്ത് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് കിട്ടുന്നുണ്ട്. സ്ലൈഡിങ് ആംറസ്റ്റ് വിത്ത് യൂട്ടിലിറ്റി ബോക്സ്. ചെറിയൊരു ബോക്സ് ആണ്, എന്നാലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഓട്ടോ AC ആണ് വരുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വിത്ത് സ്മാർട്ട് കീ കിട്ടുന്നുണ്ട്. അതായത് ഇമ്മൊബിലൈസർ കീ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓട്ടോ AC കിട്ടുന്നുണ്ട്.
17.78 സെൻറ്റിമീറ്ററിൻ്റെ ടച്ച് സ്ക്രീനാണ് നമുക്കിവിടെ കിട്ടുന്ന. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റേഴ്സ് ആണ് വരുന്നത്. റൈറ്റും ലെഫ്റ്റും നമുക്ക് ഫ്രണ്ട് സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ഫോഗ് ലാംപ്സ് കിട്ടുന്നുണ്ട്. ടൊയോട്ടോ ഐ കണക്ട് എന്ന് പറയുന്ന ഫീച്ചറും കൂടെ വരുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,70,630 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതും എസ് വേരിയൻറ്റ് നമ്മളൊരു വ്യത്യാസം പറയാനാണെങ്കിൽ 1,38,148 രൂപയുടെ വ്യത്യാസം നമുക്കിവിടെ വരുന്നുണ്ട്. ജി വേരിയൻറ്റ് തന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 16,37,352 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള വി എന്ന് പറയുന്നൊരു വേരിയൻറ്റിലോട്ട് പോകും. വി വേരിയൻറ്റിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റം ഒന്നും വരുന്നില്ല, എന്നാൽ കുറച്ച് ഫീച്ചേഴ്സ് മാത്രം എടുത്ത് പറയാനുള്ളൂ. അതായത് നമ്മുടെ അലോയ് വീലിൻ്റെ സൈസ് വ്യത്യാസം വരുന്നുണ്ട്, 16 ഇഞ്ച് ആകുന്നുണ്ട്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് സീറ്റ് വിത്ത് എയർ ബാഗ്, കാരണം എയർ ബാഗ് വരുന്ന ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാണ്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം ശരിക്കും ഇത്രയും ടോപ്പ് വേരിയൻറ്റ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചിട്ട് എടുക്കാവൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു മെയിൻ ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞു പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഞാൻ നിപ്പോൺ ടൊയോട്ടയുടെ നമ്പർ കൂടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് ഇപ്പോഴത്തെ നിലവിലുള്ള ഓഫർ ഉൾപ്പെടെ കിട്ടും. ഞാൻ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞെങ്കിൽ ഇതിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. വാറണ്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാനും സാധിക്കും. ഏതായാലും വി എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്ന 15,57,564 രൂപയും അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് 17,24,287 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഏതായാലും ഒരു ജിയും വിയും തമ്മിലുള്ള വ്യത്യാസം 86,934 രൂപയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. ഏതായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു ജി വേരിയൻറ്റിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും. കാരണം 1,38,000 ഒരു പ്രശ്നമല്ലാത്തൊരു വ്യക്തിക്ക് ജി വേരിയൻ്റ് എടുത്ത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിങ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ഉൾപ്പെടെ എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഒരു ജി വാഗൺ എടുക്കാം, ജി വേരിയൻ്റ് എടുക്കാം. അതല്ല നിങ്ങൾക്ക് സാമ്പത്തികമുണ്ട്, ഫിനാൻഷ്യലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വി വേരിയൻറ്റിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ഏതായാലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം.